ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്വില്ലിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരുതരം ഇയറിങ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏകദേശം. അത് വീവ് ചെയ്യുന്ന മെത്തേഡ് കുറച്ച് മാറ്റുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ആണ് ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ക്വില്ലിംഗ് നീഡിലാണ്. ക്വില്ലിംഗ് നീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഈ ഒരു അറ്റത്ത് ഒരു വിള്ളൽ പോലെ കാണുന്നുണ്ടോ? പിന്നെ കട്ടറ്, കത്രിക, ഗമ്മ്, പിന്നെ ഇയർ ഹാങ്ങിങ്, പിന്നെ ക്വില്ലിംഗ് പേപ്പർ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ 2 സ്ട്രിപ്പ് വൈറ്റ് കളർ എടുക്കുക. അത് തമ്മിൽ രണ്ടും കൂടെ ഒരുപോലെ വെച്ച് ജോയിൻ ചെയ്യുക. കുറച്ച് ഗമ്മും മതി കേട്ടോ. അതുപോലെ തന്നെ 2 സ്ട്രിപ്പ് ബ്ലാക്ക് എടുക്കുക. അത് ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ 2 സ്ട്രിപ്സ് എടുക്കുക, 2 കളർ. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിച്ച ഭാഗത്ത് ക്രോസ് ആയിട്ട് ഈ ബ്ലാക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെയാണ് വീവ് ചെയ്തെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇയറിങ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാവുക. ബ്ലാക്ക് നേരെ ഇങ്ങോട്ടും വൈറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ. ആദ്യം വൈറ്റ് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യുക. പിന്നെ അതേ സൈഡിലുള്ള ബ്ലാക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. ഇനി മറ്റേ വൈറ്റ് എടുത്ത് മേലോട്ടേക്ക് കൊടുക്കുക. ഈ ബ്ലാക്ക് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ബെൻഡ് ചെയ്ത വൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം വലിച്ച് ടൈറ്റായി കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവുക. അതിന് ശേഷം നമ്മളിനി ക്രോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ബ്ലാക്ക് വരുന്ന സ്ഥലത്ത് ഈ വൈറ്റ്, അതേപോലെ ഇതിങ്ങോട്ടേക്കും, അങ്ങനെ ക്രോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു സ്ക്വയറിൽ അതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബ്ലാക്ക് വശത്തേക്ക് വരുന്ന രീതിയിൽ, ഈ വൈറ്റ് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ക്രോസ് ചെയ്തു. പിന്നെ അടിയിലുള്ള വൈറ്റ് ഇങ്ങോട്ട് മേലോട്ടെടുത്തു. അടുത്ത ബ്ലാക്ക് ആദ്യം നമ്മൾ ബെൻഡ് ചെയ്ത വൈറ്റിനുള്ളിലേക്ക് കയറ്റി കൊടുത്തു. നല്ലോണം വലിച്ച് ടൈറ്റായി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. വൈറ്റ് മടക്കി, പിന്നെ ഈ സൈഡിലുള്ള ബ്ലാക്ക് തന്നെ കവർ ചെയ്തു. പിന്നെ ഈ വൈറ്റ് എടുത്ത് മേലോട്ടേക്ക് കൊടുത്തു. പിന്നെ അടുത്ത ബ്ലാക്ക് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തു.
ഇതാ ലാസ്റ്റ് നമ്മൾ ഇത്രയും എത്തിയാൽ ഇവിടെ നിർത്തുക. എന്നിട്ട് ഈ ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ച് വലിച്ചു കൊടുക്കുക. നന്നായിട്ട് വലിച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗവും ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗമ്മ് വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ പിടിക്കുക. ഇതാ ഇങ്ങനെ രണ്ടറ്റവും കൂടി ഇതാ ഇങ്ങനെ ഉണ്ടാകാം. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതുപോലെയുള്ള ചെയിൻ ഇതിനകത്തേക്ക് കയറ്റി കൊടുത്തിട്ട് ഇയർ ഹാങ്ങിങ്ങും ഇതും അതിലേക്ക് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ചെയിനിൻ്റെ ഈ ഭാഗം സെൻട്രൽ പോർഷൻ വരുന്ന ഭാഗത്തേക്ക് കയറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഇയർ ഹാങ്ങിങ്ങും കൂടെ ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഈ ഇയറിങ്സിന് ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല വെയിറ്റ് കുറവായതുകൊണ്ട് കുട്ടികൾക്കായാലും ഇടാൻ കഴിയും. പേപ്പർ ആയതുകൊണ്ട് നനയാണ്ട് സൂക്ഷിക്കണം. പക്ഷേ നനഞ്ഞാലും കുഴപ്പമില്ല. ഇതിന് പുറമേ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം തട്ടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കുന്ന ജിമിക്കികൾക്കൊക്കെ അതിന് ഷേപ്പ് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ മോൾഡാണ്. പല സൈസിലുള്ള ജിമിക്ക് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ട് ഈ നീഡിലിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. ക്വില്ലിംഗ് പേപ്പർ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അത് റോൾ ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എത്ര വലിയ ജിമിക്കി ഉണ്ടാക്കണം എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് സ്ട്രിപ്സ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ വലിപ്പം കണക്കാക്കി ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒറ്റൊന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ആയി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു എൻഡിൽ ഇതുണ്ടോ, ഈ ഒരു എൻഡിൽ കുറച്ച് ഗമ്മിട്ട് കൊടുത്തിട്ട് അതവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെറിയ ഇതിപ്പോൾ സ്റ്റഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും ഉള്ള സൈസിലാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും. ഇതിപ്പോൾ ഒരു സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്ത് എത്ര എണ്ണം വേണമെങ്കിലും വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ തീരെ ചെറിയത് ഇപ്പോൾ സ്റ്റഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു ഇതാണ് ഒറ്റ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ 2 എണ്ണം കൂട്ടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ നീഡിൽ വെച്ച് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. പല സൈസിലുള്ള ജിമിക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട്. ഇതിപ്പോൾ 2 എണ്ണം വെച്ച് ചെയ്തതാണ്. 2 എണ്ണം വെച്ച് ചെയ്തത് ഇത്രയും വലിപ്പം ഉണ്ടാവും. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് 2 സ്ട്രിപ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്താലുണ്ടാവുക. ഇതൊക്കെ ചെറിയ ചെറിയ ജിമിക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെയൊക്കെ അളവിലുള്ള ജിമിക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈസ് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്ടി കൊടുക്കാം. മൾട്ടി കളറാക്കിയിട്ട് കൊടുക്കാം. അല്ലെ ഒറ്റ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മളിനി എത്ര എണ്ണം വയ്ക്കുന്നോ അത്രയും
വലിപ്പം കിട്ടും. ഒരു 3 എണ്ണം വെച്ച് നോക്കാം എത്ര വലിപ്പം കിട്ടുന്നുള്ളത്. ഇത് 4 സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ജിമിക്കിൻ്റെ സൈസാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉള്ളിലോട്ട് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ജിമിക്കി കിട്ടും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ജിമിക്കിയുടെ ഷേപ്പും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇത് പേപ്പർ റോൾ ചെയ്തതാണല്ലോ, അതേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു ഷേപ്പ് അതുപോലെ നിൽക്കുക. അതല്ലെങ്കിൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിതെങ്ങനെ ഒരു കമ്മലാക്കി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐപ്പിൻ എടുക്കുക. ഐപ്പിന് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതാണ് ഐപ്പിന്. ഇതിൻ്റെ ചെറുതും വലിയതുമായിട്ടുള്ള ഇതുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ളതും കിട്ടാനുണ്ട്. ഇതുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതുണ്ടോ? അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് അധികമായി തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് 2-3 മുത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ബെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇയർ ഹാങ്ങിങ് ആണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് കോർത്ത് കൊടുത്തിട്ട് അതവിടെ ഇങ്ങനെ ഉണ്ടാക്കാം. അതല്ല നമുക്കവിടെ ഒരു സ്റ്റഡാണ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ സ്റ്റഡിൻ്റെ ഇത് നമ്മളവിടെ ഫസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക്, അപ്പോൾ ഇതവിടെ ടൈറ്റാക്കിയിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തില്ലേ? അതാ. അതിന് ശേഷം ഞാനിവിടെ ചെറിയ സൈസിലുള്ളത് സ്റ്റഡാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റഡും ഇതേപോലത്തെ സ്റ്റഡും നമുക്ക് അവിടെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ബാക്ക് വശവും അവിടെ ഉണ്ടാവും. ഇതാ, ഇങ്ങനത്തെ സ്റ്റഡ് വാങ്ങാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഈ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെറിയ റോളാക്കി ചുറ്റിയെടുക്കുക. ആ ചുറ്റിയെടുത്തതിന് ശേഷം ഇതിൽ ഗമ്മ് വെച്ചിട്ട് ഇതേപോലെ ഇവിടെ ഗമ്മ് വെച്ചിട്ട് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോണോ അല്ലെങ്കിൽ ബീഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് റൗണ്ടിൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് റൗണ്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റഡ്. അപ്പോൾ ഈ സ്റ്റഡ് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവുക കമ്മൽ. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതേപോലെ റൗണ്ടിൽ നമുക്ക് മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ മുത്തൊക്കെ നമുക്ക് അതേപോലത്തെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ വൈറ്റ് കളറോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ചെറിയ ബീഡ്സിൻ്റെ മാലയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഇതേണ്ട, ഞാനിപ്പോൾ ഈ ഒരു മുത്താണ് ഇതിന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഗമ്മ വെച്ചിട്ട് തന്നെ നന്നായിട്ട് റൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ മാലയായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്നതല്ലേ, ഇങ്ങനെ മാലയായിട്ട് തന്നെ വരുന്നത് നമ്മൾ ഇതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യുക. റൗണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതവിടെ വെച്ചിട്ട് റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ
അടുപ്പിച്ചടുപ്പിച്ച് ആ ഗ്യാപ്പ് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗമ്മിൻ്റെ ഈ വൈറ്റ് കളറൊന്നും ഉണ്ടാവില്ല. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അതടുപ്പിച്ച് കൊടുത്തിട്ട് നോക്കി കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കാം. ഈ എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും ബീഡ്സ് ഇതുപോലെ ഗമ്മ് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ചെയിൻ നൂല് കട്ട് ചെയ്യാണ്ട് അതേപോലെ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ആ ഗമ്മിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കി നൂലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം. ഇതിപ്പം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സ്റ്റഡ് വെച്ചിട്ടുള്ള കമ്മലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ഹാങ്ങിങ് കൊടുത്തിട്ടും ചെയ്യാം. നമ്മൾ ഹാങ്ങിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മൽ അതാ ഇതുണ്ട് ഇവിടെ. ഇതുണ്ടോ, നമ്മൾ ഹാങ്ങിങ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് സ്റ്റഡ് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഗമ്മ് ഇട്ടപാടാണ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ ടൈപ്പിലായാലും ശരി, ഇയർ ഡ്രോപ്സിൻ്റെ മോഡലിലായാലും ശരി, എങ്ങനെ വേണമെങ്കിലും ജിമിക്കീസ് ആയാലും ശരി, ഈ ഒരു മോഡലിലാണെങ്കിലും നമ്മളിപ്പോൾ കാണിച്ച മോഡലല്ലാതെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പല രീതിയിൽ നമുക്ക് ഈ കമ്മൽ ചെയ്തെടുക്കാം. ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ ചിലവേ നമുക്ക് വരുന്നുള്ളൂ, വലിയ പൈസയൊന്നും ആവുന്നില്ല. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.